മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ മുൻ സന്തോഷ് ട്രോഫി താരം നജീബ് ഖാൻ ലഹരി മരുന്നുമായി എക്സൈസ് നാർക്കോട്ടിക് സംഘത്തിന്റെ പിടിയിലായിരിക്കുന്നു. ഹോട്ടൽ മുറികൾ കേന്ദ്രീകരിച്ചായിരുന്നു MDMA വിൽപ്പന. നിലവിൽ ട്രാവൻകൂർ ടൈറ്റാനിയം സൂപ്രണ്ടായ നജീബ് ഖാൻ മൊബൈൽ ആപ്പുകൾ വഴി ഇടപാടുകാരെ കണ്ടെത്തിയാണ് ലഹരി എത്തിച്ചിരിക്കുന്നത്. ഹരിമോഹനാണ് ചേരുന്നത്. ഹരി, ഇദ്ദേഹം മുൻ താരമാണ്. ഇപ്പോൾ എവിടെ നിന്നാണ് പിടികൂടിയത്? എന്താണ് വിവരങ്ങൾ? വിനിത, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായിട്ടായിരുന്നു തിരുവനന്തപുരത്ത് എക്സൈസിന്റെയും നാർക്കോട്ടിക്സിന്റെയും സംയുക്ത പരിശോധന നടന്നത്. അങ്ങനെ തിരുവനന്തപുരത്തെ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച നടത്തിയ പരിശോധനയിലാണ് MDMAയുമായി നജീബ് ഖാൻ എന്ന് പറയുന്ന വ്യക്തി പിടിയിലായത്. പിന്നീട് ഇയാളെ തുടർന്ന് ചോദ്യം ചെയ്തപ്പോഴാണ്, ഇയാളുടെ കയ്യിലുള്ള രേഖകൾ പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് ഇയാൾ മുൻ സന്തോഷ് ട്രോഫി താരമാണ്, കേരളത്തിന് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ് എന്നുള്ളത് മനസ്സിലായത്. ഈ കുറെ കാലമായി ഇയാൾ ഈ തലസ്ഥാനത്തെയും മറ്റ് സമീപ ജില്ലകളിലെ ഹോട്ടലുകളും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ MDMA കച്ചവടം നടത്തി വരികയായിരുന്നു. ഹോട്ടൽ റൂമുകളിൽ വെച്ചാണ് ഈ കച്ചവടങ്ങളെല്ലാം നടത്തിയിരുന്നത്. മാത്രമല്ല, വളരെ പ്രശസ്തരായിട്ടുള്ള വ്യക്തികൾ കൂടി ഇയാളുടെ അടുത്ത് നിന്ന് ഈ ലഹരി മരുന്ന് വാങ്ങുന്നതായിട്ടുള്ള വിവരം ഇതിനോടകം തന്നെ ഈ ചോദ്യം ചെയ്തതിൽ നിന്ന് എക്സൈസിന് മനസ്സിലായിട്ടുണ്ട്. ഇയാൾ നിന്ന് കുറച്ച് അളവിൽ മാത്രമേ MDMA ലഭിച്ചിട്ടുള്ളൂ. പക്ഷേ ഇയാൾ കുറെ അധികം കച്ചവടങ്ങൾ ഈ അടുത്ത കാലത്ത് നടത്തിയിട്ടുണ്ട് എന്നുകൂടിയാണ് മനസ്സിലാക്കുന്നത്. സ്പോർട്സ് കോട്ടയിൽ ആണ് ഇയാൾ തിരുവനന്തപുരം ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്ട്സ് ലിമിറ്റഡിന്റെ സീനിയർ സൂപ്രണ്ടായി ഇപ്പോൾ ജോലിക്ക് കയറിയിരിക്കുന്നത്. മൊബൈലിൽ ഒരു പ്രത്യേക ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് അതുവഴി ആളുകളെ കണ്ടെത്തുക, ആ ആളുകൾ ഹോട്ടൽ റൂമുകളിൽ എത്തിക്കൊണ്ട് ഈ MDMA വാങ്ങുക, ഇതാണ് കുറെ നാളുകളായി നടന്നുപോയിക്കൊണ്ടിരുന്നത്. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഇയാളിൽ നിന്ന് കൂടുതൽ MDMA സ്ഥിരമായി വാങ്ങുന്ന ആളുകൾ, ഒപ്പം തന്നെ ഇയാൾ MDMA എടുക്കുന്ന സ്ഥലങ്ങൾ, ഇയാൾ വിൽപ്പന നടത്തിയിട്ടുള്ള കേന്ദ്രങ്ങൾ തുടങ്ങിയവയൊക്കെ തന്നെ കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ കരുതുന്നത്. എന്തായാലും ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിനീത. ശരി, ഹരിമോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്.